വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. അഹറോന്റെ 2 പുത്രന്മാരുടെ മരണത്തിന് ശേഷം കർത്താവ് മോശയോട് വചിച്ചു. കർത്തൃസന്നിധിയിൽ അണഞ്ഞപ്പോഴാണ് അവർ മരിച്ചത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൃപാസനത്തിന്മേൽ മേഘത്തിൽ ഞാൻ കാണപ്പെടുന്നതുകൊണ്ട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് ഏതു നേരത്തും പേടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുന്നിലേക്ക്, അതായത് തിരശ്ശീലയ്ക്കുള്ളിലെ വിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കരുതെന്ന് നിന്റെ സഹോദരനായ അഹറോനോട് നീ പറയണം. ഈ വ്യവസ്ഥയിലാണ് അഹറോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. പാപമുക്തിയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ് കൂടെയുണ്ടായിരിക്കണം. ഹോമയാഗത്തിനുള്ള ഒരു മുട്ടാടും. ചണം കൊണ്ടുള്ള വിശുദ്ധ നിലയങ്കി അവൻ ധരിച്ചിരിക്കണം. ചണത്തിന്റെ കാൽശരായികളും അവന്റെ ദേഹത്തുണ്ടായിരിക്കണം. ചണത്തിന്റെ അരപ്പട്ട കൊണ്ട് അവൻ അരമുറുക്കുകയും ചണത്തിന്റെ ശിരോവസ്ത്രം കൊണ്ട് ശിരസ് മൂടുകയും വേണം. അവ വിശുദ്ധ വസ്ത്രങ്ങളാകുന്നു. തന്റെ ശരീരം വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് അവൻ അവ ധരിക്കേണ്ടത്. കൂടാതെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് പാപമുക്തിയാഗത്തിനായി 2 കോലാട്ടിൻ മുട്ടന്മാരെയും ഹോമയാഗത്തിനായി ഒരു മുട്ടാടിനെയും അവൻ സ്വീകരിക്കണം. അഹറോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. അനന്തരം 2 മുട്ടാടുകളെയും എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ കർത്തൃസന്നിധിയിൽ നിർത്തണം. അഹറോൻ 2 മുട്ടാടുകളെയും പ്രതി നറുക്കിടണം. ഒരു നറുക്ക് കർത്താവിനും മറ്റേ നറുക്ക് അസസേലിനും. കർത്താവിനായി നറുക്ക് വീണ മുട്ടാടിനെ അഹറോൻ സമർപ്പിക്കണം. അതിനെ പാപമുക്തിയാഗമാക്കണം. എന്നാൽ അസസേലിനു നറുക്ക് വീണ മുട്ടാടിനെ അത് മുഖാന്തരം പരിഹാരം ചെയ്യുന്നതിന് അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുൻപിൽ നിർത്തണം. അഹറോൻ തനിക്കായി പാപമുക്തിയാഗത്തിനായുള്ള മൂരിയെ സമർപ്പിച്ച് തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും പരിഹാരം ചെയ്യണം. തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അവൻ അറക്കണം. അനന്തരം അവൻ കലശം നിറയെ കർത്തൃസന്നിധിയിൽ നിന്നുള്ള ബലിപീഠത്തിന്മേൽ നിന്ന് തീക്കനലുകളും തന്റെ കൈക്കുടുന്ന നിറയെ നേരിയ സുഗന്ധധൂപന വസ്തുവും എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് അവൻ ധൂപന വസ്തു തീയിലിടണം. അപ്പോൾ സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ ധൂമപടലം മറയ്ക്കും. അവൻ മരിക്കുകയില്ല. അനന്തരം മൂരിയുടെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് തന്റെ കൈവിരൽ കൊണ്ട് കൃപാസനത്തിന് മുൻപിൽ കിഴക്ക് ഭാഗത്ത് തൂകണം. അവൻ കൈവിരൽ കൊണ്ട് കുറച്ച് രക്തമെടുത്ത് കൃപാസനത്തിന്റെ മുൻപിലായി 7 പ്രാവശ്യം തൂകണം. അനന്തരം അവൻ ജനത്തിന്റെ പാപമുക്തിയാഗത്തിനുള്ള മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. മൂരിയുടെ രക്തത്തിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അതിന്റെ രക്തം കൊണ്ടും ചെയ്യണം. കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുൻപിലും അത് തൂകണം. അങ്ങനെ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നുമുള്ള അവരുടെ എല്ലാ പാപങ്ങളും മൂലം വിശുദ്ധ സ്ഥലത്തെ പ്രതി അവൻ പരിഹാരം ചെയ്യണം. അവരുടെ മലിനതകളുടെ മധ്യേ അവിടുന്ന് അവരോടൊത്ത് വസിക്കുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും അവൻ ഇപ്രകാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നതിനായി അവർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പുറത്തു വരുന്നത് വരെ ഒരു മനുഷ്യനും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അവൻ തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും മുഴുവൻ ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടിയും പരിഹാരം അനുഷ്ഠിക്കണം. അനന്തരം അവൻ കർത്തൃസന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനെ പ്രതിയും പരിഹാരം ചെയ്യണം. മൂരിയുടെ കുറച്ച് രക്തവും മുട്ടാടിന്റെ കുറച്ച് രക്തവും എടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ തന്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കുറച്ച് രക്തം അതിന്മേൽ തൂകണം. അങ്ങനെ അവൻ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ സ്ഥലത്തിനായും സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും പരിഹാരം ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് അവൻ ജീവനുള്ള മുട്ടാടിനെ അറുത്തു കൊണ്ടുവരണം. അഹറോൻ തന്റെ 2 കൈകളും ജീവനുള്ള മുട്ടാടിന്റെ തലയിൽ വച്ചിട്ട് ഇസ്രായേലരുടെ എല്ലാ പാപങ്ങൾക്കുമായി
അവരുടെ എല്ലാ കുറ്റങ്ങളും അപരാധങ്ങളും ഏറ്റുപറയണം. അവ മുട്ടാടിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് അയക്കണം. അവരുടെ കുറ്റങ്ങളെല്ലാം വിജനപ്രദേശത്തേക്കു മുട്ടാട് തന്റെ മേൽ സംവഹിക്കും. അവൻ മുട്ടാടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അഹറോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവിടെ അവ വയ്ക്കണം. അനന്തരം അവൻ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു വരണം. തന്റെ ഹോമയാഗവും ജനത്തിന്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. പാപമുക്തിയാഗത്തിനുള്ള മൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. മുട്ടാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുവിട്ടവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. പാപമുക്തിയാഗമാക്കിയ മൂരിയെയും പാപമുക്തിയാഗമാക്കിയ മുട്ടാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ രക്തമാണല്ലോ പരിഹാരം ചെയ്യാനായി വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നത്. അവയുടെ തോലും മാംസവും ചാണകവും അവർ അഗ്നിയിൽ ദഹിപ്പിക്കണം. അവ ദഹിപ്പിക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. ഇത് നിങ്ങൾക്കൊരു ശാശ്വത ചട്ടമാണ്. 7-ാം മാസത്തിന്റെ 10-ാം തീയതി നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. നിങ്ങൾ ദേശവാസിയാകട്ടെ, നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയാകട്ടെ, ഒരു ജോലിയും ചെയ്യരുത്. എന്നാൽ ഈ ദിവസമാണ് നിങ്ങളെ ശുദ്ധീകരിക്കാനായി അവൻ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എളിമപ്പെടുത്താനുള്ള പൂർണ്ണ വിശ്രമത്തിന്റെ സാപത്താണ്. ഇതൊരു ശാശ്വത ചട്ടമാണ്. സ്വപിതാവിന്റെ സ്ഥാനത്ത് പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ അഭിഷേകം ചെയ്ത് പ്രതിഷ്ഠിക്കുന്ന പുരോഹിതൻ വിശുദ്ധി വസ്ത്രങ്ങളായ ചണവസ്ത്രങ്ങൾ അടിഞ്ഞ് പരിഹാരം ചെയ്യണം. വിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിനായി അവൻ പരിഹാരം ചെയ്യണം. സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും അവൻ പരിഹാരം അനുഷ്ഠിക്കണം. പുരോഹിതന്മാരെ പ്രതിയും സമൂഹത്തിലെ സകല ജനത്തെ പ്രതിയും അവൻ പരിഹാരം ചെയ്യണം. ആണ്ടിലൊരിക്കൽ ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് അവരെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് ഇത് നിങ്ങൾക്കുള്ള ശാശ്വത ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹറോനോടും അവന്റെ പുത്രന്മാരോടും എല്ലാ ഇസ്രായേലരോടും നീ പ്രഖ്യാപിക്കുക. അവരോട് പറയാനായി കർത്താവ് കൽപ്പിച്ച വചനം ഇതാണ്: ഇസ്രായേൽ ഭവനത്തിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിൽ അറക്കുകയോ പാളയത്തിന് പുറത്ത് അറക്കുകയോ ചെയ്തിട്ട് കർത്താവിന്റെ ആലയത്തിന് മുന്നിൽ കർത്താവിനു കാണിക്കയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരവാതിൽക്കലേക്ക് അതിനെ കൊണ്ടുവരാതിരുന്നാൽ രക്തം ചിന്തിയ ആളോട് രക്തത്തിന് കണക്ക് ചോദിക്കപ്പെടും. അയാൾ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേല്യർ തുറസായയിടത്ത് ബലി കഴിക്കുന്ന അവരുടെ ബലിമൃഗങ്ങളെ കർത്താവിനായി സമാഗമ കൂടാരവാതിൽക്കലേക്ക് പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനും അവയെ സമാധാന ബലികളായി കർത്താവിനു ബലിയർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പുരോഹിതൻ രക്തം സമാഗമ കൂടാരവാതിൽക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. മേധസ് കർത്താവിനു സുരഭില പരിമളത്തിനായി ധൂമിക്കണം. അവർ ആരുടെ പിന്നാലെ വ്യഭിചരിച്ചിരുന്നോ ആ അജദുർഭൂതങ്ങൾക്ക് ഇനിയും തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് അവർക്ക് അവരുടെ തലമുറകളിലേക്ക് ശാശ്വത ചട്ടമായിരിക്കണം. നീ അവരോട് പറയണം: ഇസ്രായേൽ ഭവനത്തിൽ നിന്നും അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നും ഹോമയാഗമോ ബലി സമർപ്പണമോ നടത്തുന്ന ഓരോരുത്തരും അത് കർത്താവിന് അർപ്പിക്കാൻ സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അയാൾ സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിക്കുന്ന വ്യക്തിക്കെതിരെ ഞാൻ മുഖം തിരിക്കും. ഞാൻ അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ്. അത് ബലിപീഠത്തിന്മേൽ നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാനായി ഞാൻ നൽകിയിരിക്കുന്നു. കാരണം രക്തമാണ് ജീവനെ കൊണ്ട് പരിഹാരം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേല്യരോട് പറഞ്ഞിട്ടുള്ളത്: നിങ്ങളിൽ ആരും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും രക്തം ഭക്ഷിക്കരുത്.
ഇസ്രായേൽ ഭവനത്തിൽ നിന്നാകട്ടെ, അവരുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നാകട്ടെ, ആരെങ്കിലും ഒരാൾ ഭക്ഷ്യയോഗ്യമായ ഒരു വേട്ടമൃഗത്തിന്റെയോ പക്ഷിയെയോ വേട്ടയാടി പിടിക്കുന്നെങ്കിൽ അതിന്റെ രക്തം പൂഴിയിൽ ഊറ്റി മൂടണം. എന്തെന്നാൽ ഓരോ ശരീരിയുടെയും ജീവൻ അതിൽ തന്നെയുള്ള അതിന്റെ രക്തമാണ്. അതുകൊണ്ട് ഒരു ശരീരിയുടെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു. ഏത് ശരീരിയുടെയും ജീവൻ അതിന്റെ രക്തമായതുകൊണ്ട് ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ദേശവാസിയിലോ പ്രവാസിയിലോ ആരെങ്കിലും ചത്തതിനെയോ കടിച്ചു കീറപ്പെട്ടതിനെയോ ഭക്ഷിച്ചാൽ അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. തുടർന്ന് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവന്റെ കുറ്റം അവൻ വഹിക്കണം. 79 സങ്കീർത്തനം. ദൈവമേ, വിജാതീയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കിയിരിക്കുന്നു. ജെറുസലേമിനെ നാശകൂമ്പാരമാക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ദാസരുടെ മൃതശരീരം ആകാശപ്പറവയ്ക്ക്, അങ്ങയുടെ ഭക്തരുടെ മാംസം നാട്ടുജന്തുവിന് ആഹാരമായി നൽകി. അവരുടെ രക്തം ജലം പോലെ ജെറുസലേമിന് ചുറ്റും ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസപാത്രമായി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പുച്ഛവും അവഹേളനവും. കർത്താവേ, എത്ര കാലത്തേക്ക്? അങ്ങ് എന്നേക്കും കോപിക്കുമോ? അങ്ങയുടെ തീഷ്ണത അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങയെ അറിയാത്ത ജനതകളിലേക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ. എന്തെന്നാൽ അവർ യാക്കോബിനെ വാരി വിഴുങ്ങുകയും അവന്റെ വസതി ശൂന്യമാക്കുകയും ചെയ്തു. പൂർവികരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ ആർദ്രത ഞങ്ങളെ അതിവേഗം സമീപിക്കട്ടെ. എന്തെന്നാൽ ഞങ്ങൾ തീർത്തും നിസ്സാരരായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ എന്തിനു ചോദിക്കണം? അങ്ങേ ദാസരുടെ ചൊരിയപ്പെട്ട രക്തത്തിനുള്ള പ്രതികാരം ജനതകളുടെ ഇടയിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് സുവിധമാകട്ടെ. ബന്ധിതന്റെ ഞരക്കം തിരുസന്നിധിയിൽ എത്തട്ടെ. മൃത്യുവിലായവരെ തൃക്കര ശക്തി കൊണ്ട് അവശേഷിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേക്ക് വരുത്തിവെച്ച പരിഹാസം അവർക്ക് അവരുടെ വശസ്സിലേക്ക് 7 ഇരട്ടിയായി തിരിച്ചെത്തിക്കണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങ് പോറ്റുന്ന ആറ്റിൻകൂട്ടം എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. തലമുറ തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. 80 സങ്കീർത്തനം. ഇസ്രായേലിന്റെ ഇടയവനെ ചെവിക്കൊള്ളണമേ. ആട്ടിൻപറ്റത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിന്റെയും ബെഞ്ചമിന്റെയും മനാസയുടെയും മുൻപിൽ അങ്ങ് അങ്ങയുടെ കരുത്ത് പ്രകടമാക്കണമേ. ഞങ്ങൾക്ക് രക്ഷയായി വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാവട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ അങ്ങ് എത്ര നാൾ കോപിച്ചിരിക്കും? അങ്ങ് അവരെ കണ്ണീരിന്റെ അപ്പം തീറ്റിച്ചു, അവരെ പല മടങ്ങ് കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് സ്പർദ്ധ വിഷയമാക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളാകട്ടെ പുച്ഛിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാവട്ടെ. ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി അങ്ങ് പിഴുതു കൊണ്ടുവന്നു. ജനതകളെ ഒഴിപ്പിച്ച് അത് നട്ടുപിടിപ്പിച്ചു. അങ്ങ് അതിനായി തടമൊരുക്കി. അത് വേരൂന്നുകയും നാട് നിറയ്ക്കുകയും ചെയ്തു. അതിന്റെ തണൽ മലകളെയും അതിന്റെ ശാഖകൾ കൂറ്റൻ ദേവദാരുക്കളെയും മൂടി. അത് തന്റെ കമ്പുകൾ സമുദ്രം വരെയും ചില്ലകൾ നദിയിലേക്കും വിരിച്ചു. അങ്ങ് തന്നെ അതിന്റെ വേലികൾ പൊളിച്ചതെന്തുകൊണ്ട്? വഴിപോക്കരെല്ലാം അത് തല്ലിക്കൊഴിക്കുന്നു. കാട്ടുപന്നി അത് കുത്തിമറിക്കുന്നു. വയൽ മൃഗങ്ങൾ അത് തിന്നൊടുക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, മടങ്ങി വന്നാലും സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിച്ചെടിയെ സന്ദർശിക്കണമേ. അങ്ങയുടെ വലതുകൈ നട്ട തണ്ട് അങ്ങേക്കായി അങ്ങ് ഉറപ്പിച്ച പുത്രസ്ഥാനത്താണല്ലോ. അത് അഗ്നിയിൽ ദഹിക്കപ്പെടുന്നു, വെട്ടിമാറ്റപ്പെടുന്നു. തിരുമുഖ ശാസനം മൂലം അവ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ വലതുവശത്തുള്ള വ്യക്തിയുടെ മേൽ, അങ്ങേക്കായി അങ്ങ് ദൃഢപ്പെടുത്തിയ മനുഷ്യപുത്രന്റെ മേൽ അങ്ങയുടെ കൈ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയുകയില്ല. അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാവട്ടെ.
വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറുസലേമിനടുത്ത് ഒലിവുമലയ്ക്ക് സമീപമുള്ള ബേത്ഫഗയിലും ബദാനിയയിലും എത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുക, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ അതിനെ തിരിച്ചയക്കുന്നതാണ്. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞ പോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അവർ അവരെ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ അതിന്മേൽ കയറിയിരുന്നു. വളരെയേറെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവരാകട്ടെ വയലിൽ നിന്ന് മുറിച്ച പച്ചില കൊമ്പുകളും അവന്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ വരാനിരിക്കുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കിക്കൊണ്ട് എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും ബദാനിയയിലേക്ക് പോയി. അടുത്ത ദിവസം അവർ ബദാനിയയിൽ നിന്നു വരുമ്പോൾ അവന് വിശന്നു. അകലെ ഇലകളുള്ള ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അനുവദിച്ചില്ല. പഠിപ്പിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഇത് കേട്ട് അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനക്കൂട്ടം മുഴുവൻ അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.